വയനാട്ടിൽ വീണ്ടും കടുവയിറങ്ങിയെന്ന സംശയം. കുറുക്കൻമുലയിൽ വളർത്തുനായയെ ആക്രമിച്ചു. ഇന്നലെ രാത്രിയാണ് ജനവാസ മേഖലയിൽ കടുവയിറങ്ങിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. സംഭവ സ്ഥലത്ത് ടി അനീസ് അലി ചേരുന്നു. അനീസ്, എന്താണ് നാട്ടുകാർ പറയുന്നത്? കടുവയിറങ്ങി എന്ന് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിക്കുന്നുണ്ടോ? നിഷാദ്, കടുവ ഭീതി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കുറുക്കൻമൂല. അവിടെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഒരു വളർത്തുനായയെ കടുവ പിടിച്ചു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വനംവകുപ്പ് പറയുന്നത് പുള്ളിപ്പുലിയാണ് എന്നവർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അത് കണ്ട ദൃക്സാക്ഷികൾ നിങ്ങളുടെ നായനെയാണ് പിടിച്ചത്. എത്ര മണിക്കായിരുന്നു ഇത് സംഭവം? ഒരു 8-8:15 ആയിട്ടുള്ളൂ. അപ്പൊ പട്ടിക്കുഞ്ഞ് കൂട്ടിലിടുന്ന പട്ടിക്കുഞ്ഞുങ്ങളാണ്. അപ്പൊ ഇതില് മറ്റേ പട്ടിപ്പുലികളിൽ നടക്കുന്ന നമുക്കറിയാം. അത് സാധനം വന്ന് പിടിക്കൂ. ഞങ്ങളിത് ചെറിയൊരു പട്ടിനെ 2 പട്ടിനെ വേറെ ഒരാളോട് പറഞ്ഞിട്ട് അയാൾ കൊണ്ട് തന്നതാ. അപ്പോൾ പട്ടിയില്ലാണ്ട് ഇവിടെ നമുക്ക് ശരിയാവില്ല. ഒന്നാമത് കാട് സൈഡിലാണല്ലോ. അന്നേരം ഈ പട്ടിക്കുഞ്ഞിനെ പിന്നെ ചോറ് കൊടുക്കാനായിട്ട് ഞങ്ങൾ തുറന്നു വിട്ട്, കൂട്ടിൽ നിന്ന് തുറന്നു വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ചോറ് കൊടുത്തു കഴിഞ്ഞല്ലേ പിന്നെ കൂട്ടിൽ കയറ്റാന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കൂട്ടിലിരിക്കുന്നല്ലോ, കുറച്ച് കളിച്ച് നടക്കട്ടെ എന്ന് ഓർത്തിട്ട് നമുക്ക് കയറി കിടക്കാനാകുമ്പോൾ കൂട്ടിൽ കയറ്റാന്ന് പറഞ്ഞു. അന്നേരം പട്ടിക്കുഞ്ഞ് ഞങ്ങൾ തീ കൂട്ടിയിരുന്ന് പിന്നെ പട്ടിക്കുഞ്ഞ് ഇവിടെ വന്ന് പട്ടിക്കുഞ്ഞിന് തീ കൂട്ടിയിരിക്കുന്നത് ഈ ഇങ്ങനെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് അതോ തണുപ്പകറ്റാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഇത് ഭീഷണി എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, ഈ കടുവിന്റെ പ്രശ്നം അറിയാലോ. ഞാൻ ഇപ്പോൾ ഈ പ്രശ്നം നമുക്കറിയാം, സംഭവം ഇതിൽ ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ ഞാൻ 3 ദിവസമായി 10-12 മണിയാകുമ്പോൾ ഉറങ്ങുന്നു. എനിക്കെന്ന് വെച്ചാൽ അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. തൊഴുത്ത് തൊട്ടടുത്താണ്. പിന്നെ അന്തിയും വന്നു പോയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും അംഗീകരിക്കില്ല. അപ്പോൾ ഇതിപ്പോ ഇന്നലെ ഈ നായനെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടോ? കണ്ട് അപ്പൊ ഞാൻ പിന്നെ പട്ടിക്കുഞ്ഞ് വരുന്ന ശരിക്ക് കടുവിനെ കണ്ടോ അതോ? ശരിക്കും കടുവാന്ന് ഞമ്മക്ക് കടുവിനെയും പട്ടിപ്പുലിനെയും മറ്റേ പുള്ളിപ്പുലിനെ എല്ലാം കണ്ട ഒറ്റയടിക്ക് നമുക്ക് കണ്ട തിരിച്ചറിയും. നമ്മള് ഇവിടെ വന്നുകൂടിയ ആൾക്കാരൊന്നും നമ്മൾ ഓൾറെഡി ഇവിടെ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ പുലിനെ പട്ടിപ്പുലിയും കടുവിനെ ഏതെല്ലാം വെച്ചാൽ നമുക്ക് കണ്ടാൽ സാധനത്തിന് അറിയാം. അപ്പൊ അവര് പോർഷാർ വന്ന് പറഞ്ഞത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് പുള്ളിപ്പുലിയാന്ന് പറഞ്ഞു. പുള്ളിപ്പുലിയായും പുള്ളിപ്പുലി നമ്മൾ കടുവയാണ്. ഇത് കൂട്ടിൽ കെട്ടിട്ടായിരുന്നു നായനെ അതോ പുറത്ത്? അല്ല, ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് പിന്നെ തുറന്നു വിട്ടതാ. അന്നേരം പട്ടി ഇവിടെ കയറി വന്നപ്പോ അത് പട്ടി ഇന്നലെ ഇവിടെ കയറിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒന്നും അറിയില്ല. ഞങ്ങൾ കയറി കിടക്കൂ. പിന്നെ തൊട്ടടുത്ത് തൊഴുത്താണല്ലോ. ചേച്ചിയാണ് ശരിക്കും കണ്ടത് അല്ലേ? എങ്ങനെയായിരുന്നു അത് സംഭവം? ഞാന് പശുവിനെ പട്ടിക്കുട്ടി കരയുന്ന ഒച്ച ഇട്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ചേട്ടൻ മുൻവശത്തേക്ക് ഓടി. അപ്പൊ ഞാൻ എന്തായിക്കപ്പോ ഞാൻ പറഞ്ഞു ടോർച്ച് എടുക്കാതെയാണ് ഓടുന്നതെന്ന് വെച്ച് ടോർച്ച് എടുത്തിട്ട് ഞാൻ വന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ കടുവേന്റെ ശല്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ടോർച്ച് അടിച്ചിട്ട് അങ്ങോട്ട് കയറി ചെന്നു. അപ്പൊ 2 ഉള്ളതിൽ ഒരെണ്ണം എന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ രണ്ടാമത്തേതുള്ളത് അങ്ങോട്ടേക്ക് കാട്ടിലോട്ട് കയറി. അപ്പൊ അത് അവിടെ നിൽക്കുന്നില്ല. അപ്പൊ എനിക്ക് ഒരെണ്ണം കയറി. അപ്പൊ ശരിക്കും ഈ കടുവേനെ അപ്പൊ ഞാൻ അടിക്കുന്ന ഇത് കടുവേനെയാ. കടുവേനെ അടിച്ചപ്പോ അവിടെ ഇല്ലുള്ളത് കാരണം അതിന്റെ ഉള്ളിലോട്ട് കയറി. ഇതിലൊരു കാര്യമുള്ളത്, ഇത് വനം വകുപ്പ് ഒരു പുലിയാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ സാധാരണ കടുവന്റെ ഒരു സ്വഭാവത്തിൽ ഇങ്ങനെ നായ്ക്കളെ പിടിക്കുക എന്നുള്ളത് കാണാറില്ല. പുലിയാണ് പിടിക്കാറുള്ളത്. ഇത് കടുവയാണെന്ന് ഉറപ്പാണോ? ഉറപ്പാന്ന് വെച്ചാല് എനിക്ക് അത് പറയാം. നമ്മളിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ അത് ആ സമയത്തൊന്നും പിടിച്ചിട്ടില്ല. ഞങ്ങൾ ചെന്ന് അത് കേറിയിട്ട് പോകുന്ന വഴിക്കാണ് അതിനെ പിടിച്ചിട്ട് പോയേ. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നുണ്ട് വനവകുപ്പ്. പക്ഷെ ഞാൻ ശരിക്കും കണ്ടത് അതിനെയാണ്. എന്താണ് ആ ഒരു അവസ്ഥ? പെട്ടെന്ന് ഞാൻ എന്നിട്ട് ചേട്ടൻ അപ്പൊ വിളിച്ചു പറഞ്ഞു. ചേട്ടന്റെ അടുത്ത് പറഞ്ഞു ഇത് പട്ടിപ്പുലിയൊന്നും അല്ല, നിങ്ങൾ ഓടി വാ, ഇത് കടുവയാന്ന് പറഞ്ഞിട്ട് ചേട്ടനെ വിളിച്ചായിരുന്നു. അപ്പൊ ചേട്ടൻ വരുന്നതൊക്കെ അത് അങ്ങോട്ട് കേറിപ്പോയി. ചേട്ടൻ അതിന്റെ വാല് മാത്രമാണ് കണ്ടത് എന്ന് പറഞ്ഞു. ചേട്ടൻ അങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടപ്പോൾ ചേട്ടൻ വരുന്നതൊക്കെ കേറി. ഇനി വാല് കണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അത് ചേട്ടന്റെ അടുത്ത് തന്നെ ചോദിക്കണം. കണ്ടപ്പോൾ ഉള്ളൊരു അനുഭവം എന്താണ്? എനിക്ക് പെട്ടെന്ന് പേടിയായിരുന്നു. എന്നാൽ സാധാരണ ഇവിടെ കടുവയും പുലിയൊക്കെ വന്ന് പോകുന്നതാണ്. ഇത് ഞാൻ 2ാമത്തെ തവണയാണ് ഈ കാണുന്നത്. ഇതിന്റെ മുന്നേ വന്നായിരുന്നു. അന്ന് പിന്നെ അവരോട് പറഞ്ഞിട്ടില്ല. അത് ഇതിലേക്ക് കടക്കാൻ അപകടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് വന്നിട്ട് അതേപടി കയറി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് അത് അത്ര കാര്യമാക്കിയിട്ട് എടുത്തിട്ടില്ല. ഇതാണ് തീർച്ചയായും ഇപ്പോ ഈ വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലായി വന്യമൃഗശല്യം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ കുറുക്കൻമൂലയിൽ വീണ്ടും ഒരു വന്യമൃഗം വളർത്തുനായയെ പിടിച്ചിരിക്കുന്നു എന്ന വിവരം വരുന്നത്. അതോടുകൂടി ഈ പ്രദേശവാസികൾ ഭീതിയിലാണ്. ഇത് കാടിനോട് ഒരു ജനവാസ കേന്ദ്രമാണെങ്കിൽ പോലും കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. വനം വകുപ്പ് പക്ഷേ കടുവയാണ് വിവരങ്ങൾ നൽകിയത്.